അപ്പോൾ ഇന്ന് നമ്മുടെ ഗോമതി തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പറഞ്ഞു. ശരിക്കും അത് ബാലനായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഗോമതിയാണ് പറയുന്നത്. ബാലനാണ് എല്ലാത്തിനും കാരണം. ബാലനാണ് എല്ലാം തുടങ്ങി വെച്ചത്. ബാലനെ വിശ്വസിച്ചതാണ് ഞാനും എൻ്റെ മോനും ചെയ്ത തെറ്റ് എന്നൊക്കെയാണ് ഗോമതി പറയുന്നത് കേട്ടോ. അങ്ങനെ അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ മീനുവിനോടും മിത്രയോടും ദേവിയുടെ കുമ്പസാരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞ് എല്ലാം നശിച്ച് ആകെ നാണം കെട്ട് നിൽക്കുന്ന ദേവി ഇങ്ങനെ ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ ഇങ്ങനെ തല താഴ്ത്തി നിന്ന് പൊട്ടി കരയാണ് കേട്ടോ. ആ സോഫയിൽ പോയിരുന്ന് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയാണ്. അപ്പോൾ അതേസമയം ഗോമതി റൂമിനകത്ത് പോയിരുന്ന് വല്ലാതെ വിഷമിച്ച് കരയുമ്പോൾ മീനും മിത്രയും അമ്മയെ സമാധാനിപ്പിക്കാൻ വരികയാണ്. അപ്പോൾ ഗോമതി പറയാണ്, എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ, അവള് എന്തുമാത്രം വേദനിപ്പിച്ചു എൻ്റെ മോനെ. എൻ്റെ മോളെ പോലെയല്ലേ ഞാൻ അവളെ സ്നേഹിച്ചത്, ഞങ്ങളൊക്കെ എന്ത് തെറ്റാ അവളോട് ചെയ്തത്, ഇങ്ങനെ ഞങ്ങളെയൊക്കെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിങ്ങനെ കരയാണ്. അപ്പോൾ ഇവർ സമാധാനിപ്പിക്കുന്നുണ്ട്, പോട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഗോമതിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാത്തിനും കാരണം അവളാണ്, എല്ലാത്തിനും കാരണം അവളുടെ അച്ഛൻ ഉദയഭാനുവാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഗോമതി പറയാണ്, ഇതെല്ലാം തുടങ്ങി വെച്ചത് അയാളാണ്, അയാളെ വിശ്വസിച്ചതാണ് ഞാനും എൻ്റെ മോനും ചെയ്ത തെറ്റ്, അയാളാണ് ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഉദയഭാനുവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ബാലനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഗോമതി ദേഷ്യത്തിൽ അവിടെ എണീറ്റ് പോയി നേരെ പോയി ബാലന്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊരു നല്ല അച്ഛനാണോ? ഏതെങ്കിലും ഒരു അച്ഛൻ സ്വന്തം മോനോട് ഇങ്ങനെ ചെയ്യോ? എത്ര വലിയ ചതിയാ എൻ്റെ മോനോട് നിങ്ങൾ ചെയ്തത്. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ അത് ആരാ എന്താന്ന് നന്നായി അന്വേഷിച്ചിട്ട് വേണ്ടേ എല്ലാം ചെയ്യാൻ. നിങ്ങൾ എന്തെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചോ? ഉദയഭാനു സാറ് പറയുമ്പോൾ എന്തൊരു ആവേശമായിരുന്നു നിങ്ങൾക്ക്. ഇപ്പം എന്തായി? എൻ്റെ മോൻ്റെ ജീവിതം നശിച്ചത് കണ്ടില്ലേ? അവൻ എൻ്റെ മോനാണ്, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട് ഗോമതി. പക്ഷെ ഇതൊന്നും ബാലന്റെ തലയിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആ കുടുംബത്തെക്കുറിച്ച് നന്നായി അന്വേഷിക്കണം. അവരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, അവരാരാണ് എന്താണെന്ന് നന്നായി അന്വേഷിച്ചറിഞ്ഞ ശേഷം മാത്രം വിവാഹം നടത്തിയാൽ മതി എന്ന് ഗോമതി പറയണമായിരുന്നു. കാരണം ആനന്ദിന് അച്ഛൻ മാത്രമല്ല ഉള്ളത്, അമ്മയും ഉണ്ടല്ലോ. എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്, ഒന്ന് അന്വേഷിക്കണം എന്ന് മീനും ആ സമയത്ത് പറഞ്ഞതാണ്. മാത്രമല്ല ആര്യൻ ആ വീട്ടിൽ പോയി എന്തൊക്കെയോ കേട്ടിട്ട് വന്നിട്ട് ആര്യന് നല്ല സംശയമുണ്ട്, നന്നായി അന്വേഷിച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞതാണ്. ആ സമയത്ത് ആര്യനെ കുറ്റപ്പെടുത്താനായിരുന്നു ബാലന് നല്ല ഇൻട്രസ്റ്റ്. ബാലൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഉദയഭാനുവിനെയും കുടുംബത്തെയും. അപ്പം എന്തായാലും അവസാനം ആനന്ദ് പെട്ടു. ആ കാര്യം ആനന്ദിനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ബാലനായിരുന്നു പറയേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ ബാലൻ പറയുമായിരിക്കും, ഇനി ഉദയഭാനുവിനെ വിളിച്ചു വരുത്തി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവസാനം ബാലൻ പറയുമായിരിക്കും, ആനന്ദിനോട് ക്ഷമ ചോദിക്കുമായിരിക്കും, എന്നോട് ക്ഷമിക്കണം മോനെ, അച്ഛനാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്, ഞാനാണ് എല്ലാത്തിനും കാരണം, അച്ഛന് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല അച്ഛാ, അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, ഇതിൽ അച്ഛൻ്റെ തെറ്റൊന്നുമില്ല, അച്ഛൻ എനിക്ക് നന്മ വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ അച്ഛനെയും കൂടെ ചതിക്കുകയായിരുന്നില്ലേ, അച്ഛനും എന്നെ പോലെ ചതിക്കപ്പെട്ടതാണ് അച്ഛാ, അല്ലാതെ അച്ഛൻ എനിക്ക് ദോഷം വരണമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ബാലനെ സമാധാനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഈ ഗോമതി ബാലനെ ചോദ്യം ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവി റൂമിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മീനുവും മിത്രയും ദേവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഏട്ടത്തി എന്നൊക്കെ വിളിച്ചിങ്ങനെ സമാധാനിപ്പിക്കാൻ പോകുമ്പോൾ, മീനു, മിത്രേ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഒന്നും, എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനും അമ്മയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് ദേവി സംസാരിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പോഴും ദേവി എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇതുവരെ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട്, ഇനി നാളെ പറയുമോയെന്നറിയില്ല, ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് മീനുവിനോടും മിത്രയോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയാണ് എല്ലാത്തിനും കാരണം, തുടക്കത്തിൽ എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നു, ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞ് ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അവർ കേട്ടില്ല. ഇപ്പൊ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഈ വിവാഹം നടത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, പിന്നെ ഈ ജന്മത്തെ എനിക്കൊരു വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ സമ്മതിപ്പിക്കുകയായിരുന്നു. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുകയായിരുന്നു. അത് കഴിഞ്ഞും പലതവണ ഞാൻ അമ്മയോട് സത്യം തുറന്ന് പറയട്ടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ അമ്മ കാര്യങ്ങൾ ഇത്രയും വരെ കൊണ്ടെത്തിച്ചതല്ലേ, ഇനിയിപ്പോൾ അവസാനം എല്ലാം ഒറ്റയടിക്ക് കൊണ്ടുപോയി നശിപ്പിക്കണ്ട, കൊണ്ടുപോയി കളയണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ തടയായിരുന്നു. സ്കൂളിൽ സർട്ടിഫിക്കറ്റ് ചോദിച്ച കാര്യമൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അപ്പം അമ്മയാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്. IT കമ്പനിയിൽ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അമ്മയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞ ശേഷം ദേവി ഇങ്ങോട്ട് വന്നു. പിന്നെ അമ്മയും ഇല്ല അച്ഛനും ഇല്ല അടുത്ത്, ധാരാളം സമയം കിട്ടിയിരുന്നല്ലോ. ആ സമയത്ത് ആനന്ദിനോടോ മറ്റാരോടെങ്കിലും ഈ സത്യങ്ങളൊക്കെ പറയായിരുന്നല്ലോ. എല്ലാം അമ്മ പറഞ്ഞത് തന്നെ അനുസരിക്കണം എന്ന് യാതൊരു നിർബന്ധവും. ദേവി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും എന്താണ്, അവരുടെ സ്നേഹം എന്താണ്, കുടുംബം എന്താണെന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എൻ്റെ അച്ഛനെ അമ്മയെക്കാൾ എത്രയോ ഭേദമാണ് ആനന്ദേട്ടൻ്റെ അച്ഛനും അമ്മയും. ഇവരാരാണ് അവരാരാണെന്നുള്ള വ്യത്യാസമൊക്കെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ദേവി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ നല്ലവരായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കരുതെന്ന് ദേവിക്ക് തോന്നണമായിരുന്നല്ലോ. അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ട് ചെയ്തു എന്ന് പറയുന്നതൊന്നും ഇവിടെ ഒരു എക്സ്ക്യൂസേ അല്ല. പക്ഷെ അത് പറഞ്ഞിട്ടാണ് ദേവി ഇവരെ മിസ്ലീഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവസാനം എല്ലാ അച്ഛനാണ്, എല്ലാ അമ്മയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം കരഞ്ഞ് പറഞ്ഞ ശേഷം അവസാനം ഇവർ ഇതൊക്കെ കേട്ട് മനസ്സലിയാണ് കേട്ടോ.
അങ്ങനെ ഏട്ടത്തിക്ക് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ മീനും ഇത്രയൊക്കെ ആകെ കണ്ണ് നിറഞ്ഞ് സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ ഉറപ്പായിട്ടും ദേവിക്ക് വേണ്ടി വാദിക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ദേവി ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛനും അമ്മയാണ് എല്ലാത്തിനും കാരണം, കള്ളം പറയാനോ അഭിനയിക്കാനോ എല്ലാം അവർ പറഞ്ഞ് പഠിപ്പിച്ചതായിരുന്നു, ദേവി ഏട്ടത്തി ഒരു ഒരു കുഞ്ഞുവാവയായിരുന്നു, അവർ പറഞ്ഞത് കേട്ടിട്ട് അതേപോലെ ചെയ്തതാണ് ആ പാവം എന്നൊക്കെ പറഞ്ഞ് ഇവർ വാദിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ആനന്ദ് മാത്രം ദേവിയോട് ക്ഷമിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇപ്പൊ ദേവി മാറി, ഇപ്പൊ പഴയതുപോലെ അല്ല എന്നൊക്കെ പറഞ്ഞാലും മാറിയ സ്ഥിതിക്ക് എല്ലാവരോടും എല്ലാം പറയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ ആനന്ദ് എല്ലാം മനസ്സിലാക്കിയിട്ട് തെളിവ് സഹിതം എല്ലാം പറയാൻ പോകുമ്പോഴെങ്കിലും മതി ആനന്ദേട്ടാ ഞാൻ പറയാൻ ബാക്കി എന്ന് പറഞ്ഞ് ആനന്ദിന് പകരം ദേവി കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. അതായത് ഈ ലാസ്റ്റ് സെക്കൻഡിൽ ഇപ്പോഴെങ്കിലും ദേവിക്ക് പറയായിരുന്നു. പക്ഷെ അപ്പോഴും ആനന്ദിനെ തടയാനാണ് നോക്കിയത്. വേണ്ട ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് സിഗ്നൽ കാണിക്കുകയായിരുന്നു. അവസാനം ആനന്ദ് എല്ലാം പറഞ്ഞതിന് ശേഷം നാണം കെട്ടി ഇങ്ങനെ തലതാത്തി നിൽക്കുക. അപ്പൊ അതിനൊക്കെ അർത്ഥം എന്താന്ന് വെച്ചാൽ ദേവി സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ദേവി ആലോചിച്ചിട്ടുള്ളൂ. ഇതിനൊക്കെ ദേവിക്ക് കിട്ടിയ ഒരു വലിയൊരു ശിക്ഷ എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യത്തിൽ ദേവിയുടെ തെറ്റൊന്നുമില്ല, പക്ഷെ ആനന്ദ് അത് ദേവി കാരണമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയും തെറ്റുകൾ ചെയ്തതിന്റെ കൂടെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതും തലയിൽ വന്ന് വീഴുകയാണ്. അപ്പൊ ദേവി ഇതുകൊണ്ടും മാറാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ പതുക്കെ ഇത് ഒറിജിനൽ കഥ പാണ്ഡ്യൻ സ്റ്റോഴ്സിലെ കഥ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഉദയഭാനുവിനെ ശ്രീകലയും വിളിച്ചു വരുത്തുമല്ലോ. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ആദ്യം ഒന്ന് കാല് പിടിക്കും കരയൊക്കെ ചെയ്യുമെങ്കിലും പിന്നീട് അവരുടെ മകളുടെ ജീവിതം ആ ഒരു സേഫ്റ്റി മാത്രം അവർ ആലോചിച്ചുകൊണ്ട് അവർ ബാലനോട് ഗോമതിയോടൊക്കെ അങ്ങോട്ട് വഴക്കിടാൻ പോവാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും അവരെ എങ്ങനെ ദ്രോഹിച്ചിട്ടാണെങ്കിലും ശരി എൻ്റെ മോളെ ആ ആനന്ദ് സ്വീകരിച്ചേ പറ്റൂ, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്നുള്ള ലെവലിലേക്കൊക്കെ ശ്രീകലയും ഉദയഭാനുവും മാറാൻ പോകുന്നുണ്ട്. അപ്പം മിക്കവാറും ഇത് ഒറിജിനൽ കഥ പോലെ തന്നെ ആവും. അങ്ങനെയാണെങ്കിൽ ദേവി ഇപ്പോഴും മാറാനൊന്നും പോകുന്നില്ല. ദേവി വീണ്ടും അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതൊക്കെ കേട്ട് ഇനി കുറച്ചു കാലം കൂടെ ദേവി അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ദേവി സ്വന്തം വീട്ടിലേക്ക് പോയതിനു ശേഷം അവിടെ ഫുഡ് കഴിക്കാതിരിക്കുക, കരയുക, ആരോടും ഒന്നും മിണ്ടാതിരിക്കുക, ആ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ അവസാനം ആനന്ദ് ഡിവോഴ്സ് നോട്ടീസും കൂടെ അയക്കുന്നതോടുകൂടി അച്ഛനും അമ്മയും പോലീസിൽ പോയി ആനന്ദിനെതിരെയും ആ കുടുംബത്തിനെതിരെയും കേസ് കൊടുക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനൊരിക്കലും കൂട്ട് നിൽക്കില്ല എന്ന് പറയാതെ ദേവി അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കൊക്കെ കേട്ടിട്ട് നിന്റെ ലൈഫ് സേഫ് ആക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ, നിനക്ക് ആനന്ദിനെ വേണോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ആ പെറ്റീഷനിലൊക്കെ ഒപ്പിടാൻ പോകുന്നുണ്ട്, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ. അങ്ങനെ അവരെ കുടുക്കി അവരെ ദ്രോഹിച്ച് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തതിന് ശേഷം അവസാനം ആനന്ദും ആ കുടുംബവും ഒന്നടങ്കം ദേവിയെ വെറുത്തതിന് ശേഷം അപ്പോഴാണ് ദേവിക്ക് മനസ്സിലാവുന്നത് ഈ അമ്മയുടെയും അച്ഛൻ്റെയും വാക്ക് കേട്ട് ഇത്രയൊക്കെ ചെയ്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തതാണെങ്കിൽ എപ്പോഴോ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി തിരിച്ച് ദേവമംഗലത്തേക്ക് പോകാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീടാണ് ദേവി കുറച്ച് നല്ലതായിട്ട് മാറുന്നത്. അപ്പൊ അതിനുള്ളിൽ ദേവി വീണ്ടും പ്രഗ്നന്റ് ആവുന്നത് പോലെയൊക്കെ ഒറിജിനൽ കഥയിലുണ്ട്. ഇതിൽ അത് കുറച്ച് നേരത്തെ ആക്കിയാൽ കൊള്ളായിരുന്നു തോന്നുന്നു, ആക്കാനാണ് ചാൻസ് ഉള്ളത്. കാരണം അതിൽ ഒറിജിനൽ കഥയിൽ അതൊരു ലോജിക്ക് ഇല്ലാത്ത പോലെയാണ് പോയത്. ദേവി വീട് വിട്ടിറങ്ങി വഴക്ക് ബഹളം കോർട്ട് കേസ്, അവസാനം ദേവി നല്ലവളായിട്ട് മാറി അവസാനം ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷമാണ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. ഇത്രയും കാലം കഴിഞ്ഞതുകൊണ്ട് അതൊരു ലോജിക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൽ അത് കുറച്ച് അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ ആക്കാനുള്ള ചാൻസ് ആണ് ഉള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.